9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തി നാസയുടെ ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ഇരുവരും പുറത്തിറങ്ങിയത് ചിരിയോടെ കൈവീശിയാണ്. ഈ ചരിത്ര നിമിഷത്തിൽ ഇന്ത്യക്കും അഭിമാനിക്കാം. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27 പേടകം കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. സഹയാത്രികരായ നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവർക്ക് ശേഷമാണ് 59-കാരിയായ സുനിത പേടകത്തിന് പുറത്തിറങ്ങിയത്. തൊട്ടു പിന്നാലെ സഹയാത്രികനായ ബുച്ച് വിൽമോറും പേടകത്തിന് പുറത്തിറങ്ങി. തുടർന്ന് പേടകത്തെ റിക്കവറി ബോട്ടിലേക്ക് എത്തിച്ചു. പേടകത്തിന് പുറത്തിറങ്ങിയ 4-അംഗ സംഘത്തെ നാസയുടെ വിമാനത്തിൽ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലെ ക്രൂ ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചു. തുടർന്ന് 4-അംഗ സംഘം നാസയുടെ ഫ്ലൈറ്റ് സർജൻമാരുടെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമായി. ദിവസങ്ങൾ നീണ്ട പരിശോധനകൾക്ക് ശേഷമാകും 4-അംഗ സംഘം ഹൂസ്റ്റണിലെ കുടുംബങ്ങളിലേക്ക് മടങ്ങുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 9 മാസം നീണ്ട വാസത്തിനു ശേഷമാണ് നാസയുടെ ബഹിരാകാശ യാത്രികരും വിരമിച്ച US നേവി ടെസ്റ്റ് പൈലറ്റുമായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ എത്തിയത്. ബഹിരാകാശ നിലയത്തിലേക്ക് 8 ദിവസത്തേക്കായി പോയതാണെങ്കിലും 9 മാസം ഇരുവർക്കും നിലയത്തിൽ തങ്ങേണ്ടി വന്നു. ഇരുവരെയും നിലയത്തിലേക്ക് എത്തിച്ച ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് മടക്കയാത്രയ്ക്ക് തടസ്സമായത്. തുടർന്ന് 9 മാസങ്ങൾക്കിപ്പുറം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7:30 യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നിലയത്തിലുള്ളവരുമായുള്ള ഫോട്ടോ സെഷൻ എല്ലാവരെയും ആശ്ലേഷിച്ച് യാത്രാനുമതി തേടി. ഡ്രാഗൺ ഫ്രീഡം പേടകത്തിലേക്ക് സുനിതയും ബുച്ചും ആദ്യം കയറി. തുടർന്ന് നിക് ഹേഗും അലക്സാണ്ടർ ഗോർബനേവും. 10:32 നിലയത്തിൽ നിന്ന് വേർപെട്ട് പേടകം യാത്ര തുടങ്ങി. 400 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ച പേടകത്തെ പടിപടിയായി ഭ്രമണപഥം താഴ്ത്തിയാണ് ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്തിച്ചത്. അതിവേഗമെത്തിയ പേടകം ഘർഷണം മൂലമുള്ള കൊടുംചൂടിൽ ചുവന്നു തുടുത്തു. ഇതുമൂലം അല്പനേരം നിലച്ച വാർത്താവിനിമയ ബന്ധം പിന്നീട് പുനഃസ്ഥാപിച്ചു. 6 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയതോടെ 2 പാരച്യൂട്ടുകൾ വിരിച്ച് വേഗം കുറച്ചു. 4 പ്രധാന പാരച്യൂട്ട് കൂടി വിന്യസിച്ചതോടെ വേഗം മണിക്കൂറിൽ 20 കിലോമീറ്ററിലേക്ക് ചുരുങ്ങി. തുടർന്നാണ് ഫ്ലോറിഡ തീരത്തിനടുത്ത് അറ്റ്ലാന്റിക്കിൽ പേടകം പതിച്ചത്. ഇത് ചരിത്ര നിമിഷമായതും. K5 ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.